CITUവിന്റെ എതിർപ്പിനെ തുടർന്ന് ഹരിവരാസനം റേഡിയോ പദ്ധതി ഉപേക്ഷിച്ച് ദേവസ്വം ബോർഡ്. കോൺഗ്രസ് നേതാവിന് കരാർ നൽകാനുള്ള നീക്കത്തെ എതിർത്ത് CITU ദേവസ്വം ബോർഡിന് കത്തയച്ചതിനെ തുടർന്നാണ് തീരുമാനം. കരാർ നൽകും മുൻപ് തന്നെ ഹരിവരാസനം റേഡിയോ പ്ലേ സ്റ്റോറിലും വന്നിരുന്നു. ഇന്റർനെറ്റ് റേഡിയോ എന്ന നിലയിലായിരുന്നു ഈ മണ്ഡലകാലത്ത് ഹരിവരാസനം റേഡിയോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തുടങ്ങാനിരുന്നത്. തുടർന്ന് കരാറുമായി ബന്ധപ്പെട്ട് നടന്ന രാഷ്ട്രീയ ഇടപെടലുകളാണ് പദ്ധതി ഉപേക്ഷിക്കാൻ കാരണം. കോൺഗ്രസ് നേതാവായ ബാലകൃഷ്ണൻ പെരിയയ്ക്ക് കരാർ നൽകാനായിരുന്നു തീരുമാനം. ഈ വിവരം ഭരണാനുകൂല സംഘടനയായ CITUവിൽ അതിർത്തിയുണ്ടാക്കി. തുടർന്ന് എതിർപ്പുമായി CITU ദേവസ്വം ബോർഡിനെ സമീപിക്കുകയായിരുന്നു. രേഖാമൂലം കത്ത് നൽകിയതോടെ അടുത്ത ബോർഡ് മീറ്റിംഗിൽ പദ്ധതി ഉപേക്ഷിക്കുവാനുള്ള തീരുമാനത്തിലേക്കെത്തി. ആദ്യഘട്ടത്തിൽ 20 ലക്ഷവും തുടർന്നുള്ള ഓരോ മാസവും 5 ലക്ഷം വീതവും ബോർഡ് നൽകണമെന്നായിരുന്നു കരാർ. കരാറിൽ ഒപ്പിടുന്നതിന് മുൻപായിരുന്നു CITU ഇടപെടൽ. കരാർ നൽകുന്നതിന് മുൻപ് തന്നെ ഹരിവരാസനം റേഡിയോ പ്ലേ സ്റ്റോറിൽ വന്നതും പ്രതിഷേധത്തിന് വഴിയൊരുക്കി. ശബരിമലയിലെ വിവിധ പദ്ധതികളിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ശക്തമാണ്. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് പദ്ധതിയുടെ കരാർ നൽകാൻ നീക്കമുണ്ടായതെന്നാണ് CITU ആരോപിക്കുന്നത്. എന്നാൽ 7ഓളം പേർ ബിഡിൽ പങ്കെടുത്തതായും അതിൽ കുറഞ്ഞ തുക കോട്ട് ചെയ്തത് തങ്ങളായിരുന്നുവെന്നുമാണ് ബാലകൃഷ്ണൻ പെരിയയുടെ വിശദീകരണം. ജനം സന്നിധാനം.